ഇന്ത്യ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ മുഹമ്മദ് മരിച്ച് 5 കൊല്ലമായപ്പോഴേക്കും ഇന്ത്യയെ ആക്രമിക്കാൻ മുസ്ലിം സൈന്യം കടൽ കടന്നു വന്നു എന്നുള്ള അമ്പരപ്പിക്കുന്ന വിവരം നമുക്ക് കിട്ടും. പ്രമുഖ ഇന്ത്യൻ ചരിത്രകാരനായ R.C. മജുംദാർ ദ ഹിസ്റ്ററി ആൻഡ് കൾച്ചർ ഓഫ് ദ ഇന്ത്യൻ പീപ്പിൾ വോളിയം 3 പേജ് 167 പറയുന്നത്, ഖലീഫ ഉമർ അധികാരത്തിലെത്തിയപ്പോൾ, അതായത് AD 637 അധികാരത്തിലെത്തി ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ 637 ഇന്ത്യയെ ആക്രമിക്കാൻ വേണ്ടി 3 നാവിക വ്യൂഹത്തെ അയച്ചിരുന്നെന്നും അതിലൊന്ന് മുംബൈക്കടുത്തുള്ള താനെ വരെ എത്തിയിരുന്നു എന്നുമാണ്. മറ്റ് 2 എണ്ണം ബർവാസിനും ദേബാളിനും നേരെയായിരുന്നു. അത് ഇന്നത്തെ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ പ്രദേശങ്ങളാണത്. അപ്പോൾ അതിന് നേരെയാണ്. എന്നാൽ ഒരു കപ്പൽ വ്യൂഹം വന്നത് മുംബൈക്കടുത്ത് താനയിൽ, ഇന്നത്തെ മുംബൈക്കടുത്ത് താനയിൽ ആ പ്രദേശത്താണ് വന്നത്. അതായത് അറബി മുസ്ലിങ്ങളുടെ ആദ്യത്തെ ഇന്ത്യൻ ആക്രമണം നടന്നത് AD 637 എന്ന് വെച്ചാൽ മുഹമ്മദ് മരിച്ചു കഴിഞ്ഞ് വെറും 5 കൊല്ലത്തിനുള്ളിൽ ഇന്ത്യയെ ആക്രമിക്കാൻ വേണ്ടി മദീനയിൽ നിന്നും മുസ്ലിം സൈന്യം ഇന്ത്യയിലേക്ക് എത്തിയിരുന്നു എന്ന് സാരം. ഇത് പ്രതിരോധത്തിന് വേണ്ടിയുള്ള യുദ്ധമായിരുന്നു എന്നും പറഞ്ഞ് മുസ്ലിങ്ങൾക്ക് പതിവ് പോലെ തക്കിയിറക്കാൻ പറ്റില്ല. കാരണം ഇന്ത്യയിൽ നിന്നും ഒരാളും മുസ്ലിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി മദീനയിലേക്ക് പോയിട്ടില്ല. അന്നല്ല, ഒരിക്കലും പോയിട്ടില്ല ഇന്ത്യയിൽ നിന്ന് ആരും മദീനയിലേക്ക് സൈന്യവുമായിട്ട്. മാത്രമല്ല, ആക്രമണം നടക്കുന്നത് മക്കയിലോ മദീനയിലോ, എന്തിന് അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ പോലുമോ ആയിരുന്നില്ല, ഇന്ത്യയുടെ മണ്ണിൽ വെച്ചായിരുന്നു. അന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലാണെങ്കിൽ ഒറ്റ ഒരു മുസ്ലിം പോലും ഉണ്ടായിരുന്നില്ല താനും. എന്തുകൊണ്ടാണ് മുഹമ്മദ് മരിച്ചു കഴിഞ്ഞ് 5 കൊല്ലം തികയുന്നതിന് മുമ്പേ ഖലീഫ ഉമർ മദീനയിൽ നിന്നും ഇന്ത്യയെ ആക്രമിക്കാൻ മുസ്ലിം സൈന്യത്തെ അയച്ചത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം നാം അന്വേഷിക്കുമ്പോഴാണ് ഗസ്വെ ഇ ഹിന്ദ് കാറ്റഗറിയിൽപ്പെട്ട ഹദീസുകൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ മുസ്ലിങ്ങൾ ആക്രമിക്കുന്നതിനെക്കുറിച്ചുള്ള മുഹമ്മദിൻ്റെ പ്രവചനങ്ങളാണ് ഈ കാറ്റഗറിയിലുള്ള ഹദീസുകളിൽ വരുന്നത്. ഇന്ത്യയെ ആക്രമിക്കുന്ന മുസ്ലിങ്ങൾക്ക് പാപമോചനം കിട്ടും, ആ മുസ്ലിങ്ങൾ സ്വർഗത്തിൽ പോകുമെന്നാണ് മുഹമ്മദ് പഠിപ്പിച്ചത്. ഹദീസ് ഞാൻ ഒരെണ്ണം വായിക്കാം. അള്ളാഹുവിൻ്റെ ദൂതൻ പറഞ്ഞു, എൻ്റെ സമുദായത്തിൽപ്പെട്ട 2 വിഭാഗം ആളുകളെ അള്ളാഹു നരകത്തിൻ്റെ തീച്ചൂടിൽ നിന്ന് മോചിപ്പിക്കും. 1 ഇന്ത്യയെ ആക്രമിക്കുന്ന ആളുകൾ, 2 മറിയമിൻ്റെ മകൻ ഈസയോടൊപ്പമുള്ള ആളുകൾ. സുനാൻ അന്നസായി വോളിയം 1 ബുക്ക് 25 ഹദീസ് നമ്പർ 3117. ഇത്തരം ഹദീസുകൾ ഉള്ളതുകൊണ്ടാണ് നരകത്തിൻ്റെ തീച്ചൂടിൽ നിന്ന് രക്ഷപ്പെടാനും ഇന്ത്യയെ കൊള്ളയടിച്ച് സമ്പത്തുണ്ടാക്കാനും വേണ്ടി മദീന മരുഭൂമിയിൽ കിടന്ന മുസ്ലിങ്ങൾ ഇന്ത്യയിലേക്ക് സൈന്യവുമായി വന്നത്. ആ കൊള്ളയടി ഏകദേശം 1000 വർഷത്തിലധികം നീണ്ടു നിന്നു. ഡോക്ടർ അംബേദ്കർ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ, അംബേദ്കർ ഇത് പാകിസ്ഥാൻ അഥവാ ഇന്ത്യ വിഭജനം എന്ന് പറയുന്ന അംബേദ്കറുടെ ഒരു ഉത്കൃഷ്ടമായിട്ടുള്ള പ്രബന്ധമുണ്ട്. ആ പ്രബന്ധത്തിൽ നിന്നാണ് ഞാനിപ്പോൾ ഇത് ഉദ്ധരിക്കുന്നത്. മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ നേതൃത്വത്തിൽ വന്ന അറബികളാണ് ആദ്യം ഇന്ത്യ ആക്രമിച്ചത്. AD 711 നടന്ന ഈ ആക്രമണം സിന്ധിൻ്റെ പിടിച്ചടക്കലിൽ കലാശിച്ചു. ബാഗ്ദാദിലെ കാലിഫ് ഭരണകൂടത്തിൻ്റെ ആജ്ഞാനുസരണമാണ് ഈ ആക്രമണം നടന്നത്. AD 9-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടുകൂടി ഈ വിദൂര പ്രവിശ്യയുടെ നേരിട്ടുള്ള നിയന്ത്രണം പിൻവലിക്കാൻ കാലിഫ് നിർബന്ധിതനായി. അതിനാൽ ഈ പ്രഥമ മുസ്ലിം ആക്രമണം സ്ഥിരമായ അധിനിവേശത്തിൽ കലാശിച്ചില്ല. അവരുടെ പിന്മാറ്റം കഴിഞ്ഞ് അധികം കാലമാകുന്നതിന് മുമ്പ് തന്നെ ഗസ്നിയിലെ മുഹമ്മദിൻ്റെ രൂക്ഷമായ ആക്രമണങ്ങളുടെ ഒരു പരമ്പര AD 1001 ആരംഭിച്ചു. മുഹമ്മദ് ഗസ്നി 1030 മരണമടഞ്ഞുവെങ്കിലും ആ ഹ്രസ്വമായ 30 വർഷക്കാലത്തിനുള്ളിൽ 17 തവണ ഗസ്നി ഇന്ത്യയെ ആക്രമിച്ചു. ഗസ്നിയെ തുടർന്ന് മുഹമ്മദ് ഘോറി 1173 ആക്രമണകാരി എന്ന നിലയിൽ രംഗപ്രവേശം ചെയ്തു. 1206 ഘോറി വധിക്കപ്പെട്ടു. 30 കൊല്ലം ഗസ്നിയിലെ മുഹമ്മദ് ഇന്ത്യയിൽ കൊള്ളയടി തുടർന്നു. 30 കൊല്ലം മുഹമ്മദ് ഘോറി അതേ രാജ്യത്തെ അതേ രീതിയിൽ കൊള്ളയടിച്ചു. അവരുടെ പിന്നാലെ ചെങ്കിസ് ഖാൻ്റെ മുഗൾ പടയാളി സംഘങ്ങളുടെ കടന്നാക്രമണങ്ങൾ ആരംഭിച്ചു. 1221 അവർ ആദ്യമായി വന്നെത്തിയത്. അപ്പോൾ അവർ ഇന്ത്യയുടെ അതിർത്തിയിൽ താവളമടിച്ചതല്ലാതെ ഈ നാട്ടിനുള്ളിൽ കടന്നില്ല. 20 വർഷം കഴിഞ്ഞ് അവർ ലാഹോർ ആക്രമിച്ച് നശിപ്പിച്ചു. മുഗളരുടെ കടന്നാക്രമണങ്ങളിൽ വെച്ച് ഏറ്റവും രൂക്ഷമായത് 1398 തൈമൂറിൻ്റെ നേതൃത്വത്തിൽ നടന്നതാണ്. അതിനുശേഷം
ബാബർ എന്നൊരു പുതിയ ആക്രമണകാരി രംഗത്ത് വന്നു. അദ്ദേഹം 1526 ആക്രമണം ആരംഭിച്ചത്. 2 ആക്രമണങ്ങൾ കൂടി നടക്കുകയുണ്ടായി. 1738 നാദിർ ഷായുടെ നേതൃത്വത്തിലുള്ള ആക്രമണകാരികൾ വെള്ളപ്പൊക്കം ബാധിച്ച ഒരു നദിയെന്നോണം സമുദ്രതുല്യം ആർത്തിരമ്പിക്കൊണ്ട് പഞ്ചാബിലൊട്ടാകെ ചെന്നെത്തി. നാദിർ ഷായ്ക്ക് പിന്നാലെ അഹമ്മദ് ഷാ അബ്ദല്ലി 1761 ഇന്ത്യയെ ആക്രമിക്കുകയും പാനിപ്പട്ടിൽ വച്ച് മറാഠ സേനകളെ തകർക്കുകയും മുസ്ലിം ആക്രമണകാരികൾ കൈയടക്കി കഴിഞ്ഞിരുന്ന അടിത്തറ വീണ്ടെടുക്കാനുള്ള ഹിന്ദുക്കളുടെ ഉദ്യമത്തെ എന്നേക്കുമായി അടിച്ചമർത്തുകയും ചെയ്തു. ഡോക്ടർ അംബേദ്കർ സമ്പൂർണ്ണ കൃതികൾ വോള്യം 15 പാകിസ്ഥാൻ അഥവാ ഇന്ത്യ വിഭജനം, പേജ് 50-51. ഈ മുസ്ലിങ്ങളെല്ലാം ഇന്ത്യയിൽ നിന്നും കൊള്ളയടിച്ചു കൊണ്ടുപോയ സമ്പത്തിൻ്റെ കണക്ക് എത്രയെന്ന് ആർക്കും അറിയില്ല. പണം മാത്രമല്ല, ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെയും അടിമകളായി മുസ്ലിങ്ങൾ കൊണ്ടുപോയിരുന്നു. മുഹമ്മദ് ഗസ്നിയുടെ കാലത്ത് ഇന്ത്യൻ അടിമകൾ ഗസ്നിയിൽ സുലഭമായിരുന്നു. ഈ ലോക്ക്ഡൗണിന് മുമ്പ് കേരളത്തിൽ ബംഗാളികൾ അല്ലെങ്കിൽ ബീഹാറികൾ, ആസാമികൾ അങ്ങനെയായിട്ട് അവിടെ നിന്നുള്ള ഉത്തരേന്ത്യയിൽ നിന്നുള്ള തൊഴിലാളികളൊക്കെ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അതുപോലെ ആയിരുന്നു അന്ന് ഗസ്നിയിൽ എവിടെ നോക്കിയാലും ഇന്ത്യൻ അടിമകളെ കാണാമായിരുന്നു എന്ന് ചരിത്രകാരന്മാരെ ഉദ്ധരിച്ചുകൊണ്ട് അംബേദ്കർ ഇതേ പ്രബന്ധത്തിൽ തന്നെ പറയുന്നുണ്ട്.